ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ സ്നേഹിക്കാനല്ല, അവരുടെ ആവശ്യം തീരുന്നത് വരെ നമ്മളെ ഉപയോഗിക്കാനാണ്. അവൾക്കും ഒരിക്കൽ വലിയൊരു കുടുംബമുണ്ടായിരുന്നു. സഹോദരിമാരുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവളെ ഫോൺ വിളിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. ഒരിക്കൽ അവൾക്കായി കാത്തിരുന്ന വീട്ടിൽ അവൾക്കായി ഒരു കസേര പോലും ഒഴിഞ്ഞുകിടന്നില്ല. അവൾ ജനിച്ച വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കി നിന്നപ്പോൾ അവളുടെ കണ്ണിൽ ഒരു ചോദ്യം മാത്രം: ഞാൻ ഇവർക്ക് വേണ്ടി ഇത്രയും വർഷം ജീവിച്ചത് എന്തിനായിരുന്നു? കാരണം ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൾക്കൊരു പങ്കുണ്ടായിരുന്നു. ഒരാളുടെ വിവാഹം നടക്കാൻ അവൾ ഓടി, മറ്റൊരാളുടെ വീട്ടിൽ ഒരാവശ്യം വന്നപ്പോൾ അവൾ സഹായിച്ചു, പണമില്ലാത്തപ്പോൾ കടം വാങ്ങിയും കൊടുത്തു, സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങൾ മാറ്റിവെച്ചും എൻ്റെ കുടുംബമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാവരുടെയും ജീവിതം ശരിയായപ്പോൾ അവൾ മാത്രം അവരുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ മാഞ്ഞുപോയി. അന്ന് അവൾക്ക് മനസ്സിലായി, നമ്മൾ ഒരാൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് കൊണ്ട് ആ ഒരാൾ എന്നും നമ്മുടേതായിരിക്കണമെന്നില്ല. ഇതൊരു സ്ത്രീയുടെ കഥയാണ്. എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് അവസാനം സ്വന്തം ജീവിതത്തിൽ തന്നെ അവൾ ആരുമല്ലാത്തവളായി മാറിയ കഥ. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ സ്നേഹിക്കാനല്ല, അവർ അവരുടെ ആവശ്യം തീരുന്നത് വരെ നമ്മളെ ചേർത്ത് പിടിക്കാനാണ്. വർഷങ്ങൾക്ക് ശേഷം അവൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ദിവസം കയ്യിൽ വലിയൊരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സൂട്ട് കേസിനേക്കാൾ ഭാരമുള്ളത് അവളുടെ മനസ്സായിരുന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വഴിയരികിലെ ഓരോ സ്ഥലവും അവൾക്ക് പഴയ ഓർമ്മകൾ തിരികെ കൊണ്ടുവന്നു. ഇവിടെയല്ലേ അനിയത്തിയുടെ കല്യാണത്തിന് വസ്ത്രം വാങ്ങിയത്? ആ കടയിൽ നിന്നല്ലേ അമ്മയ്ക്ക് സാധനങ്ങൾ വാങ്ങിയത്? അങ്ങനെ ഓരോ ഓർമ്മയും അവളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി കൊണ്ടുവന്നു. അവൾ കരുതി, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെത്തുമ്പോൾ എല്ലാവരും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ അറിഞ്ഞിരുന്നില്ല, അവൾ കാത്തിരുന്നത് ഒരു പഴയ വീടിനെയായിരുന്നു. ആ വീട് കാത്തിരുന്നത് അവളെ ആയിരുന്നില്ല. വീട്ടിൻ്റെ ഗേറ്റ് തുറന്നപ്പോൾ അവൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ഒരിക്കൽ ഈ വീട്ടുമുറ്റത്ത് അവളുടെ സഹോദരിമാരുടെ ചിരി നിറഞ്ഞിരുന്നു. ഇന്ന് നിശബ്ദത. അവൾ പതുക്കെ അകത്തേക്ക് നടന്നു. വാതിൽ തുറന്നത് അമ്മയായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ. അമ്മ അവളെ നോക്കി. ഒരു നിമിഷം പോലും പ്രതീക്ഷിക്കാത്ത പോലെ, വന്നോ? അത്രമാത്രം. അവൾ പ്രതീക്ഷിച്ചിരുന്ന ആ സ്നേഹപൂർവമായ ചേർത്തുപിടുത്തം ഉണ്ടായില്ല. അവൾക്ക് എന്തോ ഉള്ളിൽ തകർന്നതുപോലെ തോന്നി. പക്ഷേ അവളത് പുറത്ത് കാണിച്ചില്ല. സൂട്ട് കേസ് താഴെ വെച്ച് അവൾ ചിരിച്ചു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖം. അനിയത്തിമാർ? അമ്മ ഒരു നിമിഷം മിണ്ടാതിരുന്നു. അവരൊക്കെ അവരുടെ വീടുകളിലല്ലേ? ആ വാക്ക് അവളുടെ മനസ്സിൽ എന്തോ കുത്തിയിറങ്ങി. അവൾ പതുക്കെ അകത്തേക്ക് നടന്നു. ഒരിക്കൽ അവളുടെ സഹോദരിമാർക്കൊപ്പം ഉറങ്ങിയിരുന്ന മുറിയുടെ വാതിൽ തുറന്നു. മുറി മാറിയിരുന്നു. അവളുടെ പഴയ സാധനങ്ങളൊന്നുമില്ല. അവൾ കൈകൊണ്ട് ചുവരിൽ ഒന്നു തൊട്ടു. കണ്ണുകൾ നിറഞ്ഞു. എല്ലാം മാറിപ്പോയല്ലോ. അവൾക്കപ്പോൾ മനസ്സിലായില്ല, മാറിയത് ആ വീട് മാത്രമല്ലായിരുന്നു, അവളുടെ സ്ഥാനവും മാറിയിരുന്നു. പക്ഷേ ഈ അവസ്ഥയിലേക്ക് അവൾ എങ്ങനെ എത്തി? ഒരിക്കൽ ഈ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച ആ സ്ത്രീ എങ്ങനെയാണ് അവസാനം സ്വന്തം വീട്ടിൽ തന്നെ അന്യായത്? അന്ന് അവൾക്ക് വെറും 22 വയസ്സായിരുന്നു. വീട്ടിലെ മൂത്ത മകൾ, താഴെ 2 അനിയത്തിമാർ. അച്ഛന് ചെറിയൊരു ജോലി, വരുമാനം കുറവായിരുന്നെങ്കിലും വീട്ടിൽ സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടം അനിയത്തിമാരെയായിരുന്നു. അവർക്ക് പുതിയ വസ്ത്രം കിട്ടുമ്പോൾ അവൾക്കായിരുന്നു ഏറ്റവും സന്തോഷം. അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പണമില്ലാത്ത ദിവസങ്ങളിൽ പോലും അടുത്ത മാസം വാങ്ങിത്തരാം എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കും. അവളുടെ സ്വന്തം ആഗ്രഹങ്ങൾ അവൾ പതുക്കെ മാറ്റിവെക്കാൻ പഠിച്ചു. ഒരു ദിവസം അനിയത്തി സ്കൂളിൽ നിന്ന് വന്ന് പറഞ്ഞു, ചേച്ചി, എല്ലാവരും പുതിയ ഡ്രസ്സ് വാങ്ങി, എനിക്കും വേണം. അവൾ തൻ്റെ പഴയ അലമാര തുറന്നു. അവിടെ അവൾക്കായി വാങ്ങിയിരുന്ന പുതിയൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതവൾ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു. ഇത് നീ ഇട്ടോളൂ. അനിയത്തി വളരെ സന്തോഷിച്ചു. നിനക്ക് സന്തോഷമാണെങ്കിൽ എനിക്കത് മതി. അന്ന് അവൾക്കറിയില്ലായിരുന്നു, ഇങ്ങനെ എനിക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വന്തം ജീവിതത്തിലെ എത്രയോ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന്. കാലം കടന്നുപോയി. അവൾ വിവാഹം കഴിച്ചു. ഭർത്താവിനൊപ്പം ഗൾഫിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. വിമാനത്താവളത്തിൽ യാത്ര പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അനിയത്തിമാർ അവളെ കെട്ടിപ്പിടിച്ചു. അന്ന് അമ്മ പറഞ്ഞു, നീ പോയാലും ഞങ്ങളെ മറക്കരുത് മോളെ. അവൾ ചിരിച്ചുകൊണ്ട് അമ്മയുടെ കൈ പിടിച്ചു. അമ്മേ, നിങ്ങളെ മറക്കാൻ എനിക്ക് പറ്റുമോ? അവൾ സത്യമായിട്ടാണത് പറഞ്ഞത്. ഗൾഫിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ ജീവിതം എളുപ്പമായിരുന്നില്ല. പുതിയ രാജ്യം, പുതിയ ഭാഷ, പുതിയ ജീവിതം. പക്ഷേ മാസാവസാനം ശമ്പളം കിട്ടിയ ദിവസം അവളുടെ ആദ്യ ചിന്ത സ്വന്തം കാര്യമായിരുന്നില്ല. അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? പിന്നെ അനിയത്തിമാർ, പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾ. പതുക്കെ അവളുടെ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം നാട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഒരു ദിവസം അമ്മ വിളിച്ചു, മോളെ, അനിയത്തിയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവൾ കുറച്ചുനേരം മിണ്ടിയില്ല.
അവൾക്കറിയാമായിരുന്നു വിവാഹം വലിയൊരു ചെലവാണ്. എന്നിട്ടും അവൾ ഒരു വാക്ക് മാത്രം പറഞ്ഞു, അമ്മ പേടിക്കേണ്ട, നമുക്ക് നടത്താം. ആ ഒരു വാക്കിൽ നിന്നാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗങ്ങളുടെ തുടക്കം. അമ്മ ഫോൺ വെച്ചപ്പോൾ അവൾ കുറച്ചുനേരം അതേ സ്ഥലത്തിരുന്നു. മുന്നിൽ ഭർത്താവ്. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ദാ. അവൾ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ പതുക്കെ പറഞ്ഞു, അനിയത്തിയുടെ കല്യാണം ഉറപ്പിക്കാനിരിക്കുകയാണ്. അത് നല്ല കാര്യമല്ലേ? അവൾ തലകുലുക്കി. അതെ, പക്ഷേ അമ്മയ്ക്ക് പണമില്ല. ഭർത്താവ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. നമുക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ അത്രയും ചെയ്യാം. അവൾ ഭർത്താവിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നന്ദിയുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ മറ്റൊരു തീരുമാനം അപ്പോഴേക്കും പിറന്നിരുന്നു. അനിയത്തിയുടെ കല്യാണം ഒരു കുറവുമില്ലാതെ നടത്തണം. അടുത്ത ദിവസം മുതൽ അവൾ കണക്കുകൂട്ടാൻ തുടങ്ങി. വീട്ടുചെലവ്, മക്കളുടെ ചെലവ്, വാടക, യാത്ര എല്ലാം കുറിച്ചു വെച്ചു. അവസാനം ഒരു തുക മുന്നിൽ വന്നു. അതുകൊണ്ട് വിവാഹ ചെലവ് മുഴുവൻ നടക്കില്ല. അവൾ അമ്മയെ വിളിച്ചു. അമ്മേ, കല്യാണം നന്നായി നടത്തണം. അമ്മ ചോദിച്ചു, പക്ഷേ പണം? അത് ഞാൻ നോക്കിക്കൊള്ളാം. ഫോൺ വെച്ച ശേഷം അവൾ ഏറെ നേരം മിണ്ടാതിരുന്നു. അവൾക്ക് സ്വന്തം പേരിൽ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചെറിയ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു. അത് മാറ്റിവെച്ചു. പിന്നെയും പണം പോരാ. അവസാനം അവൾ കടം വാങ്ങി. അത് വലിയൊരു തുകയായിരുന്നു. ഒറ്റത്തവണ കൊടുക്കേണ്ടതല്ല, മാസം തോറും തിരിച്ചടയ്ക്കണം. അവൾക്കറിയാമായിരുന്നു ഇനി വരുന്ന കുറേ മാസങ്ങൾ അവൾക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാൽ അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. വിവാഹ ദിവസം അമ്മ ഫോൺ ചെയ്തു. മോളെ, എല്ലാം ഭംഗിയായി നടക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഗൾഫിലെ ചെറിയ മുറിയിൽ ഇരുന്നു കൊണ്ട് വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ഫോണിൽ നോക്കി. അനിയത്തി ചിരിച്ചു നിൽക്കുന്നു. അമ്മ സന്തോഷത്തിലാണ്. ബന്ധുക്കൾ എല്ലാവരും സന്തോഷത്തിലാണ്. അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതൊക്കെയല്ലേ ഞാൻ ആഗ്രഹിച്ചത്? അന്ന് രാത്രി ഭർത്താവ് ചോദിച്ചു, നിനക്ക് സന്തോഷമുണ്ടോ? പറഞ്ഞു, വളരെ. അയാൾ വീണ്ടും ചോദിച്ചു, പക്ഷേ നീ ഇത്രയും പണം കടം വാങ്ങിയത് എങ്ങനെ തീർക്കും? അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, തീർത്തോളാം, സമയമെടുത്താലും. അവൾക്കന്ന് അറിയില്ലായിരുന്നു ആ കടം അവൾ തിരിച്ചടച്ച് എങ്ങനെ തീർക്കും. പക്ഷേ അതിലും വലിയൊരു കടം, സ്വന്തം കുടുംബത്തോട് അവൾ കൊടുത്ത സ്നേഹത്തിൻ്റെ കടം ഒരിക്കലും തിരികെ കിട്ടാനില്ലെന്ന്. അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു. വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഫോണിൻ്റെ മറുവശത്തിരുന്ന അവൾക്ക് ഒരു കാര്യം മാത്രമേ അറിയാമായിരുന്നുള്ളൂ, ഇനി കടം തിരിച്ചടക്കണം. വിവാഹത്തിന് വേണ്ടി എടുത്ത പണം മാസം തോറും അടയ്ക്കാൻ തുടങ്ങി. സ്വന്തം ആവശ്യങ്ങൾ അവൾ വീണ്ടും മാറ്റിവെച്ചു. ഒരു ദിവസം മകൾ ചോദിച്ചു, അമ്മേ, നമുക്ക് ഈ പ്രാവശ്യം പുതിയ ഡ്രസ്സ് ഒന്നും വാങ്ങുന്നില്ലേ? അവൾ മകളുടെ തലയിൽ കൈവച്ചു. അടുത്ത മാസം വാങ്ങാം മോളെ. അടുത്ത മാസം വന്നപ്പോഴും അതേ മറുപടി, അടുത്ത മാസം. അവൾക്കറിയാമായിരുന്നു ആ അടുത്ത മാസം പലപ്പോഴും വരില്ലെന്ന്. കാരണം നാട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും ഓരോരോ കാര്യത്തിന് ഫോൺ വരും. ഒരു ദിവസം അമ്മ വിളിച്ചു, മോളെ, വീട്ടിലെ മേൽക്കൂര ഒന്ന് ശരിയാക്കണം. ഉടൻ ചോദിച്ചു, എത്ര ചെലവ് വരും? അമ്മ ഒരു തുക പറഞ്ഞു. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവളുടെ അക്കൗണ്ടിൽ അത്ര പണമില്ലായിരുന്നു. എങ്കിലും അവൾ പറഞ്ഞു, ശരി അമ്മേ, നോക്കാം. വീണ്ടും കടം, വീണ്ടും അടുത്ത മാസ തവണ, വീണ്ടും സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കൽ. പക്ഷേ അവൾക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്തു, അനിയത്തിക്ക് വേണ്ടത് അയച്ചു കൊടുത്തു, വീട്ടിലേക്ക് ഡ്രസ്സുകൾ അയച്ചു. ചെറിയ സാധനങ്ങൾ പോലും അവൾ ഓർത്ത് വാങ്ങും. പാർസൽ എത്തുമ്പോൾ വീട്ടിൽ എല്ലാവരും സന്തോഷിക്കും. ഫോണിൽ നിന്നും ആ സന്തോഷം കേൾക്കുമ്പോൾ അവൾക്കും സന്തോഷം. ചേച്ചി അയച്ചതാ എന്ന് അനിയത്തിമാർ തമ്മിൽ പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്കും സന്തോഷം. അവൾ ഒരിക്കലും ചോദിച്ചില്ല, എനിക്കായി എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ? അവൾക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അവൾ കരുതിയത്, ഇവരെല്ലാം എൻ്റെ ആളുകളാണ്. കാലം പിന്നെയും കടന്നുപോയി. അനിയത്തിമാരുടെ ജീവിതം മുന്നോട്ടു പോയി. ഒരാൾക്ക് പുതിയ വീട്, മറ്റൊരാൾക്ക് പുതിയ ആവശ്യങ്ങൾ. ഓരോ തവണയും അവൾ കഴിയുന്നത്ര സഹായിച്ചു. പക്ഷേ ആ സഹായങ്ങൾക്ക് ഒരു വിലയുണ്ടായിരുന്നു. അവളുടെ സ്വന്തം ജീവിതം പതുക്കെ പിന്നിലേക്ക് പോകുകയായിരുന്നു. ഒരു രാത്രി ഭർത്താവ് അവളോട് ചോദിച്ചു, നിനക്ക് എപ്പോഴാണ് നിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടുക? എൻ്റെ കാര്യങ്ങളോ? നമ്മൾക്കിതൊക്കെയല്ലേ? ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അയാൾക്ക് മനസ്സിലായിരുന്നു അവൾ എല്ലാവരുടെയും ജീവിതത്തിൽ സ്ഥാനമുണ്ടാക്കുകയായിരുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അവൾക്കായി ഒരു സ്ഥലം പോലും അവൾ മാറ്റിവെച്ചിരുന്നില്ല. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ അമ്മയുടെയും സഹോദരിമാരുടെയും ഫോട്ടോകൾ നോക്കി. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. അവൾ പതുക്കെ ഫോൺ വെച്ചു. അവൾക്കറിയില്ലായിരുന്നു ഒരു ദിവസം താൻ ഇത്രയും സ്നേഹിച്ച അതേ ആളുകൾ തന്നെ അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുമെന്ന്. അവൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊണ്ടുവന്നിരുന്ന ചില സ്വർണ്ണാഭരണങ്ങൾ നാട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അമ്മയോട് അവൾ പറഞ്ഞിരുന്നു, അമ്മേ, ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചോളൂ. അമ്മ തലകുലുക്കി. അവൾക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം അത് സ്വന്തം അമ്മയുടെ കയ്യിലല്ലേ. അതുപോലെ ഗൾഫിൽ നിന്ന് അവൾ വീട്ടുകാർക്കായി അയച്ചിരുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും പാർസൽ തുറന്നാൽ എല്ലാവരും സന്തോഷത്തോടെ എടുത്തിരിക്കും. ഇതെനിക്ക്, ഇതവൾക്ക്, ഇതമ്മയ്ക്ക്. അവൾ ഫോണിലൂടെ അതൊക്കെ കേട്ട് ചിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെടുത്തോളൂ. അവൾ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ദിവസം തൻ്റേതെന്ന് കരുതി സൂക്ഷിച്ചിരുന്ന സ്വർണത്തിനും
താൻ സ്നേഹത്തോടെ അയച്ച വസ്ത്രങ്ങൾക്ക് പോലും അവളുടെ അവകാശം ഇല്ലാതാകുമെന്ന്. കാലം കഴിഞ്ഞപ്പോൾ അവൾ നാട്ടിലെത്തി. അപ്പോഴാണ് അവൾ പതുക്കെ മനസ്സിലാക്കിയത്, താൻ വർഷങ്ങളായി നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എന്ന് കരുതിയിരുന്നതെല്ലാം മറ്റുള്ളവർ ഞങ്ങളുടെ സാധനങ്ങൾ എന്ന് കരുതി തുടങ്ങിയിരുന്നു. അവൾ ഒന്നും ചോദിച്ചില്ല. പക്ഷേ ആ നിമിഷം അവളുടെ ഉള്ളിൽ ആദ്യമായി ഒരു ചോദ്യമുയർന്നു. ഞാൻ ഇവർക്ക് വേണ്ടി ഇത്രയും കൊടുത്തിട്ട് എൻ്റേതെന്ന് പറയാൻ ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? അവൾക്കന്നതിൻ്റെ ഉത്തരം കിട്ടിയില്ല. ആ ഉത്തരം കിട്ടുമ്പോഴേക്കും അവളുടെ ജീവിതം തന്നെ മാറിയിരുന്നു. കാലം കടന്നുപോയി. അവൾ അയച്ച പണവും സഹായവും കൊണ്ട് വീട്ടിലെ പല കാര്യങ്ങളും ശരിയായി. അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു. വീട്ടിലെ വലിയ ചിലവുകൾ തീർന്നു. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം കിട്ടി. അവൾക്ക് തോന്നി, ഇനി കുറച്ചെങ്കിലും സമാധാനമായി ജീവിക്കാം. പക്ഷേ പതുക്കെ ചില കാര്യങ്ങൾ മാറി തുടങ്ങി. മുമ്പ് ദിവസവും വിളിച്ചിരുന്ന അനിയത്തി ആഴ്ചയിലൊരിക്കൽ വിളിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ. പിന്നെ അതും കുറഞ്ഞു വന്നു. അവൾ തന്നെയാണ് ഫോൺ ചെയ്യുന്നത്. മോളെ എങ്ങനെയുണ്ട്? സുഖമാണ് ചേച്ചി. എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല. അവിടെ സംഭാഷണം അവസാനിക്കും. അവൾ ഫോൺ വെച്ചിട്ട് കുറച്ചു നേരം അതിലേക്ക് നോക്കും. തിരക്കായിരിക്കുമെന്ന് സ്വയം പറഞ്ഞ് മനസ്സിനെ ആശ്വസിപ്പിക്കും. ഒരു ദിവസം അവൾ ഗൾഫിൽ നിന്ന് വീട്ടിലേക്കൊരു പാർസൽ അയച്ചു. നല്ല വസ്ത്രങ്ങൾ, അമ്മയ്ക്കൊന്ന്, അനിയത്തിമാർക്ക് ഓരോന്നും, കുട്ടികൾക്ക് വേറെയും. പാർസൽ കിട്ടിയ ശേഷം അവൾ അമ്മയെ വിളിച്ചു. അമ്മേ, എല്ലാവർക്കും കിട്ടിയോ? അമ്മ പറഞ്ഞു, കിട്ടി. ഇഷ്ടപ്പെട്ടോ? ആ, എല്ലാവരും എടുത്തു. അവൾ സന്തോഷത്തോടെ ചിരിച്ചു. അത് മതി അമ്മേ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ അറിഞ്ഞു, അവൾ അമ്മയ്ക്കായി അയച്ച വസ്ത്രം പോലും മറ്റൊരാൾ എടുത്തിരുന്നു. അവളൊന്നും പറഞ്ഞില്ല. അത് വിട്ടേക്കാം, അവൾ സ്വയം പറഞ്ഞു. പക്ഷേ ഓരോ തവണയും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ കുറയുകയായിരുന്നു. ഒരു ദിവസം അവൾ നാട്ടിലേക്ക് പണം അയക്കാൻ തയ്യാറെടുത്തപ്പോൾ ഭർത്താവ് ചോദിച്ചു, ഇനിയും അയക്കണോ? അവൾ പറഞ്ഞു, അമ്മയ്ക്ക് ആവശ്യമുണ്ട്. ഭർത്താവ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. നമ്മുടെ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അവൾക്കതറിയാമായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു, ഇതും കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ഭർത്താവ് അവളെ നോക്കി. നീ എല്ലാവരുടെയും കാര്യം നോക്കും, പക്ഷേ ഒരിക്കലെങ്കിലും നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം ആ ചോദ്യം അവളും സ്വയം ചോദിച്ചിട്ടില്ലായിരുന്നു. അതിനിടയിൽ നാട്ടിൽ ഒരു കുടുംബസംഗമം നടന്നു. അവളുടെ സഹോദരിമാരും ബന്ധുക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവൾ വീഡിയോ കോളിലൂടെ അവരോട് സംസാരിച്ചു. എല്ലാവരും ചിരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷേ അവൾ ശ്രദ്ധിച്ചു, ആരുടെയും സംഭാഷണത്തിൽ അവൾക്ക് പഴയ സ്ഥാനമില്ല. അവൾ ഒരിക്കൽ ചോദിച്ചു, എന്നെ ആരും ഓർക്കുന്നില്ലേ? അനിയത്തി ചിരിച്ചു. ചേച്ചി ഗൾഫിലല്ലേ? അവിടെ വലിയ തിരക്കായിരിക്കും. അതെ, തിരക്കാണ്. പക്ഷേ ഫോൺ വെച്ചതിന് ശേഷം അവൾ കുറച്ചു നേരം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൾക്ക് ആദ്യമായി തോന്നി, ഞാൻ ദൂരെ ആയതുകൊണ്ടാണോ ഇവർ എന്നെ മറന്നത്? അതോ എൻ്റെ ആവശ്യം കഴിഞ്ഞതുകൊണ്ടാണോ? അവൾ ആ ചിന്ത ഉടൻ തന്നെ മനസ്സിൽ നിന്ന് മാറ്റി. അല്ല, എൻ്റെ ആളുകൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൾക്കപ്പോഴും അവരിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം തകരാൻ ഇനി അധികം സമയം വേണ്ടായിരുന്നു. ഗൾഫിലെ ജീവിതം പതിവ് പോലെ മുന്നോട്ട് പോയി. ജോലി, വീട്, മക്കൾ, കടത്തിൻ്റെ മാസതവണ, അതിനിടയിലും നാട്ടിലെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ. അവൾക്കതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഒരു ദിവസം അമ്മയുടെ ഫോൺ വന്നു. മോളെ, നീ നാട്ടിൽ വെച്ചിരുന്ന സ്വർണം ഒന്നെടുക്കേണ്ടി വരും. അവൾ ഞെട്ടി. എന്തിനാ അമ്മേ? അമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. വീട്ടിൽ ഒരു ആവശ്യമുണ്ട്. അവൾ ചോദിച്ചു, എത്ര വേണം? അമ്മ ഒരു തുക പറഞ്ഞു. അവൾക്ക് പെട്ടെന്ന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം അത് അവളുടെ സ്വന്തം സ്വർണമായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, അമ്മേ, അത് ഞാൻ സൂക്ഷിക്കാൻ തന്നതല്ലേ? അമ്മയുടെ ശബ്ദം മാറി. അതെനിക്കറിയാം മോളെ, പക്ഷേ ഇപ്പോൾ ആവശ്യമുണ്ട്. അവൾ വീണ്ടും മിണ്ടാതായി. അവൾക്ക് അമ്മയെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. ശരി അമ്മേ, എടുത്തോളൂ. ഫോൺ വെച്ച ശേഷം അവൾ ഏറെ നേരം മിണ്ടാതെ ഇരുന്നു. അവളുടെ ഭർത്താവ് ചോദിച്ചു, എന്താ? ഒന്നുമില്ല. പക്ഷേ അയാൾ അവളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലാക്കി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ തലകുലുക്കി. അമ്മയ്ക്ക് സ്വർണം ആവശ്യമുണ്ട്. അയാൾ ഒന്നും പറഞ്ഞില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ നാട്ടിലെത്തി. വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാനുള്ള സന്തോഷത്തിൽ അവൾ നേരെ വീട്ടിലെത്തി. അകത്ത് കയറിയപ്പോൾ അവൾ ആദ്യം ചോദിച്ചത്, അമ്മേ, ഞാൻ വെച്ചിരുന്ന സ്വർണം എവിടെയാണ്? അമ്മ ഒരു നിമിഷം മിണ്ടാതിരുന്നു. അത്? അവൾ വീണ്ടും ചോദിച്ചു, എന്താ അമ്മേ? അമ്മ പതുക്കെ പറഞ്ഞു, അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല മോളെ. അവൾ ഞെട്ടി. ഒരു ആവശ്യം വന്നപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ചോദിച്ചു, അമ്മേ, അതൊക്കെ തിരികെ എടുക്കാമല്ലോ? അമ്മയുടെ മറുപടി അവളെ കൂടുതൽ വേദനിപ്പിച്ചു. ഇപ്പോൾ എങ്ങനെ തിരികെ എടുക്കും? അവൾ ചുവരിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾ കരഞ്ഞില്ല. കാരണം അവൾക്ക് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഒരു കാരണമുണ്ടാകും. അവൾ പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽപ്പെട്ടത് ഒരു പുതിയ കാര്യം. അവൾ ഗൾഫിൽ നിന്ന് അയച്ചിരുന്ന വിലയേറിയ വസ്ത്രങ്ങൾ അവളുടെ സഹോദരിമാരുടെ കുട്ടികൾ ധരിച്ചു നിൽക്കുന്നു. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരി വന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞത്, നീ ഗൾഫിലല്ലേ, നിനക്കിതൊക്കെ വലിയ കാര്യമല്ലല്ലോ. ആ വാക്ക് അവളുടെ ഉള്ളിൽ എന്തോ തകർന്നു.
ഞാൻ ഗൾഫിലാണെന്നതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നാണോ എല്ലാവരും കരുതുന്നത്? ആദ്യമായി അവളുടെ മനസ്സിൽ ഒരു സംശയം ഉറച്ചു. ഞാൻ ഇവരുടെ കുടുംബമാണോ, അതോ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരാളോ? അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അമ്മയുടെ വാക്കുകൾ, ബന്ധുവിൻ്റെ വാക്ക്, നീ ഗൾഫിലല്ലേ, നിനക്കിതൊക്കെ വലിയ കാര്യമല്ലല്ലോ, വീണ്ടും വീണ്ടും അവളുടെ മനസ്സിൽ കേട്ടുകൊണ്ടിരുന്നു. അവൾ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ എഴുന്നേറ്റ് ജനലിനരികിൽ ചെന്ന് നിന്നു. പുറത്ത് നിശബ്ദമായ രാത്രി. അവൾ പതുക്കെ സ്വയം ചോദിച്ചു, ഞാൻ ഗൾഫിൽ പോയതുകൊണ്ട് എൻ്റെ വേദനകൾ ഇല്ലാതായോ? അവൾക്ക് ഉത്തരം കിട്ടിയില്ല. അടുത്ത ദിവസം രാവിലെ അമ്മ അടുക്കളയിൽ തിരക്കിലായിരുന്നു. അവൾ സഹായിക്കാൻ ചെന്നു. അമ്മ സാധാരണ പോലെ സംസാരിച്ചു, പക്ഷേ പഴയ അടുപ്പമില്ലായിരുന്നു. അവൾ ചോദിച്ചു, അമ്മേ, അനിയത്തിമാർ എപ്പോഴാണ് വരുന്നത്? അമ്മ പറഞ്ഞത്, അവർക്കൊക്കെ അവരുടെ തിരക്കല്ലേ മോളെ. അതെ, അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരിക്കൽ അവർക്കൊരു ചെറിയ ആവശ്യം വന്നാൽ പോലും ആദ്യം വിളിച്ചിരുന്നത് അവളെയായിരുന്നു. ചേച്ചി, ഇത് എങ്ങനെ ചെയ്യും? ചേച്ചി, കുറച്ച് പണം വേണം. അന്ന് അവൾക്ക് അവരുടെ ഓരോ വിളിയും സന്തോഷമായിരുന്നു. ഇപ്പോൾ അവൾ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഫോൺ എടുക്കാൻ അവർക്ക് സമയമില്ല. അന്നുച്ചയ്ക്ക് ഒരു അനിയത്തി വീട്ടിലെത്തി. അവൾ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കുമെന്ന് കരുതി. പക്ഷേ അനിയത്തി വന്ന് അമ്മയോടെന്തോ സംസാരിച്ചു. പിന്നെ പോകാനൊരുങ്ങി. അവൾ ചോദിച്ച്, എന്നോടൊന്നും പറയാനില്ലേ? അനിയത്തി ചിരിച്ചു. എന്താ ചേച്ചി? ഒന്നുമില്ല, കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതി. അനിയത്തി മൊബൈലിലേക്ക് നോക്കി. ഇന്ന് കുറച്ച് തിരക്കുണ്ട് ചേച്ചി. അവൾ തലകുലുക്കി. ശരി. അനിയത്തി പോയി. വാതിലടഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ നിന്നു. ഒരിക്കൽ അവളുടെ വീട്ടിൽ വരാൻ അവർക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ഇന്ന് അവൾ വീട്ടിലുണ്ടായിട്ടും അവൾക്കായി ആരും സമയം കണ്ടെത്തുന്നില്ല. ഇന്ന് വൈകുന്നേരം അവൾ പഴയ അലമാര തുറന്നു. അവളുടെ പഴയ ചില വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നെടുത്തു നോക്കി. അതവൾ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു. അവൾ അതിൽ കൈവച്ചു. കണ്ണുകൾ നിറഞ്ഞു. എത്ര കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി, അവൾ ഓർത്തു. എത്ര കാര്യങ്ങളാണ് ഞാൻ തിരിച്ചിവിടെ എത്തിച്ചത്. പണം, വസ്ത്രങ്ങൾ, സാധനങ്ങൾ, സഹായങ്ങൾ, എല്ലാം, സ്നേഹം, സമയം, സ്വന്തം ജീവിതത്തിൻ്റെ വർഷങ്ങൾ വരെ. പക്ഷേ ഇന്ന് അവൾക്ക് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു, എനിക്കിവിടെ എന്താണ് ബാക്കിയുള്ളത്? അപ്പോഴാണ് അമ്മ മുറിയിലേക്ക് വന്നത്. എന്താ മോളെ, എന്താ നോക്കുന്നത്? അവൾ അലമാര അടച്ചു. ഒന്നുമില്ല അമ്മേ. അമ്മ കുറച്ചു നേരം അവളെ നോക്കി. പിന്നെ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എല്ലാവരും അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയി. അവൾ അമ്മയെ നോക്കി. ആ വാക്കുകൾ വളരെ സാധാരണമായിരുന്നു. പക്ഷേ അവൾക്കതിൽ ഒരു വലിയ സത്യം കേൾക്കാനായി. എല്ലാവരും അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയി. അപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾ മാത്രം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓടിക്കൊണ്ടിരുന്നു. ഇനി അവൾ എന്തു ചെയ്യും? വീണ്ടും പഴയ പോലെ എല്ലാം സഹിക്കണോ? അതോ ആദ്യമായി സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണോ? അന്ന് രാത്രി അവൾ ഒരുപാട് ആലോചിച്ചു. അമ്മ പറഞ്ഞ വാക്കുകൾ, എല്ലാവരും അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയി. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ നിന്ന് പോയതേയില്ല. അവൾ ഭർത്താവിനെ വിളിച്ചു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇനി ഞാൻ നാട്ടിലെ ഒരു കാര്യത്തിനും പണം അയക്കില്ല. അവളുടെ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. ആരെയും വെറുക്കുന്നത് കൊണ്ടല്ല, പക്ഷേ ഇനി നമ്മുടെ ജീവിതവും നോക്കണം. ഭർത്താവ് പതുക്കെ പറഞ്ഞു, ഇതാണ് ഞാൻ നിന്നോട് വർഷങ്ങളായി പറയുന്നത്. അവൾ കണ്ണുകൾ തുടച്ചു. എനിക്ക് പേടിയുണ്ട്. എന്തിനാണ്? ഞാൻ സഹായിക്കാതിരുന്നാൽ അവർ എന്നെ മോശക്കാരിയാക്കുമോ എന്ന്. അയാൾ പറഞ്ഞു, നീ നല്ലവളാണെന്ന് തെളിയിക്കാൻ നിന്റെ ജീവിതം മുഴുവൻ കൊടുക്കേണ്ട കാര്യമില്ല. ആ വാക്ക് അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അടുത്ത ദിവസം തന്നെ ഫോൺ വന്നു. അനിയത്തി, ചേച്ചി, കുറച്ച് പണം വേണം. അവൾ കണ്ണുകൾ അടച്ചു. പഴയ പോലെ ഉടനെ എത്ര വേണം എന്ന് ചോദിക്കാൻ അവൾക്ക് തോന്നി. പക്ഷേ ഇത്തവണ അവൾ ചോദിച്ചു, എന്തിനാണ്? അനിയത്തി കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഒരാവശ്യമുണ്ട്. അവൾ വീണ്ടും ചോദിച്ചു, അത്യാവശ്യമാണോ? അതെ. അവൾക്കുള്ളിൽ വേദനിച്ചു. പക്ഷേ അവൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് തരാൻ കഴിയില്ല. ഫോണിൻ്റെ മറുവശത്ത് നിശബ്ദത. അവൾ ആദ്യമായി ആ വാക്ക് പറഞ്ഞതായിരുന്നു, കഴിയില്ല. അനിയത്തിയുടെ ശബ്ദം മാറി. ചേച്ചിക്കിപ്പോൾ പണമില്ലേ? അവൾ പതുക്കെ പറഞ്ഞു, പണമുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മുടെ ചില ആവശ്യങ്ങളുണ്ട്. അനിയത്തി ഫോൺ വെച്ചു. അവൾ കുറച്ചു നേരം ഫോണിലേക്ക് നോക്കി നിന്നു. അവൾക്ക് കുറ്റബോധം തോന്നി. ഞാൻ തെറ്റ് ചെയ്തോ? അവൾ അമ്മയെ വിളിച്ചു. അമ്മേ, ഞാൻ അനിയത്തിയോട് പണം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, നിനക്ക് കഴിയില്ലെങ്കിൽ വേണ്ട മോളെ. ആ വാക്ക് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. പക്ഷേ അടുത്ത വാക്ക് അവളുടെ ഹൃദയത്തെ വീണ്ടും വേദനിപ്പിച്ചു. പക്ഷേ നീ മാറിപ്പോയെന്ന് അവൾ കരുതും. അവൾ ഒന്നും പറഞ്ഞില്ല. ഫോൺ വെച്ച ശേഷം കണ്ണാടിയിൽ സ്വന്തം മുഖത്തേക്ക് നോക്കി.
മാറിയത് ഞാനാണോ? അവൾ പതുക്കെ പറഞ്ഞു, അല്ല, ഞാൻ മാറിയതല്ല. ഞാൻ ആദ്യമായി എന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതാണ്. അടുത്ത കുറച്ചാഴ്ചകൾ അവൾ പഴയ പോലെ പണം കൊടുത്തില്ല. പക്ഷേ അതോടെ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ വലിയൊരു മാറ്റം വന്നു. ഫോൺ വിളികൾ കുറഞ്ഞു, സ്നേഹം കുറഞ്ഞു, ചിലർ സംസാരിക്കുമ്പോൾ പോലും ഒരു അകലം. അവൾക്കപ്പോൾ ഒരു സത്യം മനസ്സിലായി. അവൾ കൊടുക്കുന്നത് നിർത്തിയപ്പോൾ അവരെല്ലാം അവളോട് അടുക്കുന്നതും നിർത്തി. അവൾ കരഞ്ഞു. പക്ഷേ ആ കണ്ണീരിനിടയിൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾക്ക് സ്വന്തം മനസ്സിൽ ഒരു ചെറിയ സമാധാനം തോന്നി. കാരണം അവൾക്ക് ഒടുവിലൊരു കാര്യം മനസ്സിലായിരുന്നു. സ്നേഹം വാങ്ങാൻ പണം കൊടുക്കേണ്ടതില്ല. അവൾ കരുതിയത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ ആകുമെന്നാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഫോൺ നിശബ്ദമായി. ഒരിക്കൽ അവളുടെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരുന്ന സഹോദരിമാർ ഇപ്പോൾ അവളുടെ ഫോൺ വന്നാലും തിരക്കിലാണെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. ആദ്യമൊക്കെ അവൾ സ്വയം ആശ്വസിപ്പിച്ചു, എല്ലാവർക്കും അവരുടെ ജീവിതമുണ്ട്. പക്ഷേ ഒരു ദിവസം അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. അവൾക്ക് ഫോൺ വരുന്നത് വീണ്ടും ആവശ്യങ്ങൾക്കായി മാത്രമാണ്. ചേച്ചി, ഒരു കാര്യം പറയാനുണ്ട്. അവൾ കാത്തിരുന്നു. നാട്ടിൽ വരുമ്പോൾ അതൊന്ന് കൊണ്ടുവരാമോ? ശരി. ഫോൺ വെച്ചപ്പോൾ അവൾ കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. അവൾക്ക് മനസ്സിൽ ഒരു ചോദ്യം. എന്നെ കാണാനല്ല, ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾക്കാണോ അവർ ഇപ്പോഴും കാത്തിരിക്കുന്നത്? അതിനിടയിൽ അവളുടെ കടത്തിൻ്റെ തവണകൾ കൂടി വന്നു. വർഷങ്ങളായി മറ്റുള്ളവർക്കായി എടുത്ത കടങ്ങൾ മാസം തോറും അടച്ചുകൊണ്ടിരുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മക്കളുടെ ഭാവി, വീട്ടുചെലവുകൾ ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ അവൾക്ക് സാമ്പത്തികമായി വലിയ സമ്മർദ്ദമായി. ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, ഇനി നമുക്ക് കുറച്ചുകൂടി സൂക്ഷിച്ച് ജീവിക്കണം. തലകുലുക്കി. അയാൾ വീണ്ടും പറഞ്ഞു, നീ ഇത്രയും വർഷം മറ്റുള്ളവർക്കായി ചെയ്തു, ഇനി കുറച്ചെങ്കിലും നമ്മുടെ കുട്ടികൾക്കായി മാറ്റിവെക്കണം. അവൾ മക്കളെ നോക്കി. അപ്പോൾ അവൾക്ക് ആദ്യമായി ഒരു കുറ്റബോധം തോന്നി. ഞാൻ മറ്റുള്ളവരുടെ മക്കളുടെ ആവശ്യങ്ങൾ ഓർത്തു, പക്ഷേ എൻ്റെ മക്കളുടെ ചില ആഗ്രഹങ്ങൾ ഞാൻ എത്ര തവണ മാറ്റിവെച്ചു. ആ രാത്രി അവൾ മക്കളോട് പറഞ്ഞു, അമ്മയ്ക്കൊരു തെറ്റു പറ്റിയിട്ടുണ്ട്. മക്കൾ ചോദിച്ചു, എന്താ അമ്മേ? അവൾ ചിരിച്ചു, ഒന്നുമില്ല മോളെ. അവൾക്കന്ന് പറയാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളൊരു കാര്യം അറിഞ്ഞു. അവൾക്ക് ഏറ്റവും അടുത്തിരുന്ന ഒരു സഹോദരി പുതിയൊരു വലിയ കാര്യം ചെയ്തിരുന്നു. വീടിന് ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അവൾക്ക് സന്തോഷമായി. നന്നായി, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. പക്ഷേ ആ സന്തോഷം അധിക നേരം നിന്നില്ല. കാരണം ആ വീട്ടിലെ ചില ചെലവുകൾക്ക് അവളുടെ സ്വർണവും അവൾ കൊടുത്ത സഹായവും എല്ലാം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് വിഷമം തോന്നിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിൽ വന്നു, ഞാൻ ഇവരുടെ ജീവിതം പണിയാൻ സഹായിച്ചു. അവൾ കുറച്ചു നേരം നിശബ്ദമായി നിന്നു. പക്ഷേ എൻ്റെ ജീവിതം ആരാണ് പണിയുന്നത്? ആ ചോദ്യം അവളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. അതിനുശേഷം അവൾ ഒരു തീരുമാനമെടുത്തു. ഇനി ആരെയും വെറുക്കില്ല, ആരോടും വഴക്കിടില്ല. പക്ഷേ സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇനി പണയം വെക്കില്ല. അവൾ ഗൾഫിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാവർക്കും പണം കൊടുക്കുന്നത് കുറച്ചെങ്കിലും സ്നേഹം കൊടുക്കുന്നത് അവൾ നിർത്തിയിരുന്നില്ല. അവൾ അങ്ങനെ ആയിരുന്നു. ആരോടും പകവയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം വീട്ടിൽ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ അടുക്കളയിലേക്ക് പോയി. അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് രണ്ട് ബന്ധുക്കളുടെ സംസാരം അവളുടെ ചെവിയിൽപ്പെട്ടത്. ഇവൾ ഇത്രയും കാലം ചെയ്തത് കൊണ്ടല്ലേ എല്ലാവർക്കും ഇതൊക്കെ കിട്ടിയത്? മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ അവളുടെ ഇഷ്ടമല്ലേ, ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ. അവൾ വാതിലിൻ്റെ അരികിൽ തന്നെ നിന്നുപോയി. ആ വാക്കുകൾ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ഒന്നും പറഞ്ഞില്ല. അവർക്ക് അവൾ കേട്ടെന്നുപോലും മനസ്സിലായില്ല. അവൾ പതുക്കെ അവിടെ നിന്ന് മാറി മുറിയിൽ കയറി വാതിലടച്ചു. കട്ടിലിലിരുന്നു. വർഷങ്ങളായി അവൾ ചെയ്ത ഓരോ കാര്യവും മനസ്സിലൂടെ കടന്നുപോയി. അനിയത്തിയുടെ വിവാഹം, കടം, വീട്ടിലെ ആവശ്യങ്ങൾ, ഗൾഫിൽ നിന്ന് അയച്ച സാധനങ്ങൾ, സ്വന്തം സ്വർണം, സ്വന്തം ആഗ്രഹങ്ങൾ, മക്കളുടെ ചില ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച ദിവസങ്ങൾ എല്ലാം. അവൾ കണ്ണാടിയിൽ നോക്കി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അവൾ കരഞ്ഞില്ല. പകരം പതുക്കെ പറഞ്ഞു, ശരി. കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇതുവരെ ഞാൻ ചെയ്തത് എൻ്റെ സ്നേഹമായിരുന്നു. അവൾ കണ്ണുനീർ തുടച്ചു. പക്ഷേ ഇനി അതിൻ്റെ പേരിൽ ആരും എന്നെ കുറ്റക്കാരിയാക്കേണ്ട. രാത്രി അമ്മ മുറിയിലേക്ക് വന്നു. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അവൾ അമ്മയെ നോക്കി. ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചു, അമ്മേ, ഞാൻ ഈ വീട്ടിൽ ഒരിക്കലെങ്കിലും ഭാരമായിരുന്നോ? അമ്മ ഞെട്ടി. എന്താ മോളെ നീ പറയുന്നത്? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല അമ്മേ. അമ്മ അവളുടെ കൈ പിടിച്ചു. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തു. അവൾ പതുക്കെ ചോദിച്ചു, അമ്മയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾ മറുപടി പറയുന്നതിന് മുമ്പേ പുറത്തു നിന്നൊരു ശബ്ദം കേട്ടു. അവളുടെ ഒരു സഹോദരി ആരോടോ സംസാരിക്കുന്നു. ചേച്ചി ഇല്ലെങ്കിലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അവൾ ആ വാക്ക് കേട്ടു. അവളുടെ കൈ അമ്മയുടെ കയ്യിൽ നിന്ന് പതുക്കെ വിട്ടു. അവൾ എഴുന്നേറ്റു. സൂട്ട്കേസ് തുറന്നു. അവൾ കൊണ്ടുവന്നിരുന്ന ചില സാധനങ്ങൾ പുറത്തെടുത്തു.
ഒന്ന് അമ്മയ്ക്ക് നൽകി. ഇത് അമ്മയ്ക്ക്. പിന്നെ ബാക്കിയുള്ളവ അടച്ചു. അമ്മ ചോദിച്ചു, എന്താ മോളെ? അവൾ വാതിലിനരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അമ്മയ്ക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ അവൾക്ക് മനസ്സിലായിരുന്നു, അത് അവളുടെ പഴയ വീടായിരുന്നു. പക്ഷേ ആ വീട്ടിലിനി അവൾക്ക് പഴയ സ്ഥാനമില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അന്ന് അവൾ കുടുംബത്തെ ഉപേക്ഷിച്ചില്ല. അവൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഉപേക്ഷിച്ചു. വിമാനത്തിലിരുന്നപ്പോൾ അവൾ ഫോണെടുത്തു. പഴയ ഫോട്ടോകൾ തുറന്നു. ഒരു ഫോട്ടോയിൽ അനിയത്തിയുടെ വിവാഹം, ഒരു ഫോട്ടോയിൽ ഗൾഫിൽ നിന്ന് അയച്ച സാധനങ്ങൾ തുറന്ന് എല്ലാവരും സന്തോഷിക്കുന്നു. അമ്മ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവൾ ഓരോ ഫോട്ടോയും നോക്കി. അവൾക്ക് തോന്നി, ഞാൻ ഇത്രയും സ്നേഹിച്ച ആളുകളെ എങ്ങനെ വെറുക്കും? അവൾക്കവരെ വെറുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവരിൽ നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാം. ഗൾഫിലെത്തിയ ശേഷം ജീവിതം പതുക്കെ സാധാരണമായി. ജോലിയും വീടും കുട്ടികളുമായി. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. മുമ്പ് ശമ്പളം കിട്ടിയാൽ ആദ്യം നാട്ടിലെ വീട്ടുകാരെക്കുറിച്ചായിരുന്നു ചിന്ത. ഇപ്പോൾ അവൾ ആദ്യം നോക്കിയത് നമ്മുടെ കടം എത്ര ബാക്കി. അവളൊരു ചെറിയ പുസ്തകം എടുത്തു. എല്ലാ കടങ്ങളും എഴുതി. തുകകൾ, മാസത്തവണകൾ, വീട്ടുചെലവുകൾ, മക്കളുടെ ആവശ്യങ്ങൾ എല്ലാം. പിന്നെ അവസാന പേജിൽ അവൾ ഒരു വരി എഴുതി, ഇനി എൻ്റെ കുടുംബത്തിനായി. ആ വരി എഴുതുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മാസങ്ങൾ കടന്നു. അവൾ പതുക്കെ കടങ്ങൾ തീർത്തു. മക്കൾക്കായി ചെറിയൊരു തുക മാറ്റിവെക്കാൻ തുടങ്ങി. സ്വന്തമായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ സാധനം വാങ്ങി. അത് വിലയേറിയതൊന്നുമല്ലായിരുന്നു. പക്ഷേ അത് വാങ്ങുമ്പോൾ അവൾക്ക് തോന്നിയ സന്തോഷം വർഷങ്ങളായി അവൾക്ക് കിട്ടാത്തതായിരുന്നു. അവൾ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. എനിക്കും വേണ്ടി എന്തെങ്കിലും വാങ്ങാമല്ലേ? അവൾക്ക് ആദ്യമായി തോന്നി, സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ല. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അവൾ ഗൾഫിൽ തന്നെ. ജീവിതം പതുക്കെ സ്ഥിരതയിലായി. മക്കളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ശരിയായി. പക്ഷേ നാട്ടിലെ വീട്ടിനെക്കുറിച്ചുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് എൻ്റെ അമ്മയുടെ വീടാണ്. അവൾ ഒരിക്കലും അതിനെ ഒരു സ്വത്തായി കണ്ടിരുന്നില്ല. അവൾക്കത് ഓർമ്മകളായിരുന്നു. ചെറുപ്പം, അനിയത്തിമാരുടെ ചിരി, അമ്മയുടെ ശബ്ദം, അച്ഛൻ്റെ സാന്നിധ്യം, അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ പകുതി. ഒരു ദിവസം അവൾ നാട്ടിലെത്തിയപ്പോൾ വീട്ടിലെ എല്ലാവരും കൂടിയിരുന്നു. സംസാരത്തിനിടയിൽ വീടിൻ്റെ കാര്യവും വന്നു. ആരോ പറഞ്ഞു, ഇനി വീട് ഭാഗം വെക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കണം. അവൾ നിശബ്ദമായി കേട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ വീട് ഭാഗം വെക്കുമ്പോൾ എനിക്കും ഒരു ഭാഗമുണ്ടാകുമല്ലോ? അവൾ ചോദിച്ചത് വലിയ പ്രതീക്ഷയോടെയല്ല, ഒരു മകളെന്ന നിലയിൽ സ്വാഭാവികമായി ചോദിച്ചതായിരുന്നു. അമ്മയുടെ മുഖത്ത് ചെറിയൊരു മാറ്റം. അമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ വളരെ സാധാരണമായി പറഞ്ഞു, മോളെ, ഈ വീട് നിന്റെ അനിയത്തിക്ക് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അവൾക്കാദ്യം ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഏതനിയത്തിക്ക്? അമ്മ പേര് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. അല്പസമയം കഴിഞ്ഞ് പതുക്കെ ചോദിച്ചു, അപ്പോൾ എനിക്ക്? അമ്മ അവളെ നോക്കി. നിനക്കോ? ആ ഒരു ചോദ്യം അവളുടെ നെഞ്ചിൽ എന്തോ കുത്തിയതുപോലെ തോന്നി. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അതെ അമ്മേ, എനിക്ക്. അമ്മ പറഞ്ഞു, നീ ഗൾഫിലല്ലേ മോളെ? നിനക്കവിടെ വീടൊക്കെ ഇല്ലേ? അവൾ തറയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ അവൾ അത് പുറത്തു കാണിച്ചില്ല. അവൾക്ക് ഓർമ്മ വന്നു, ഈ വീട്ടിലെ ഓരോ ആവശ്യത്തിനും താൻ ഓടിയ ദിവസങ്ങൾ. അനിയത്തിയുടെ വിവാഹത്തിനെടുത്ത കടം, വീട്ടിലെ ചെലവുകൾ, ഗൾഫിൽ നിന്ന് അയച്ച പണങ്ങൾ, വസ്ത്രങ്ങൾ, സാധനങ്ങൾ, സ്വന്തം സ്വർണം പോലും വീട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിച്ച കാലം. അവൾ ഒരിക്കലും ചോദിച്ചില്ല, എനിക്കെന്ത് കിട്ടും? കാരണം അവൾക്ക് വേണ്ടിയിരുന്നത് ഒന്നുമല്ലായിരുന്നു. എൻ്റെ കുടുംബം നന്നായിരിക്കണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് സ്വന്തം അമ്മയുടെ മുന്നിലിരുന്ന് അവൾക്ക് ചോദിക്കേണ്ടി വന്നു, അമ്മേ, ഞാൻ ഈ വീട്ടിലെ മകളല്ലേ? അമ്മയുടെ മുഖത്ത് അസ്വസ്ഥത. അങ്ങനെ പറയല്ലേ മോളെ, നീയും ഞങ്ങളുടെ മകളാണ്. അവൾ പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ വലിയൊരു വേദനയുണ്ടായിരുന്നു. മകളാണെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനം പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണമ്മേ? ആരും മറുപടി പറഞ്ഞില്ല. മുറിയിൽ നിശബ്ദത. അവൾ ചുറ്റും നോക്കി. അവൾക്കറിയാവുന്ന അതേ വീട്, അതേ ചുവരുകൾ, അതേ മുറ്റം. പക്ഷേ ഇന്നാദ്യമായി അവൾക്ക് തോന്നി, ഇത് തൻ്റെ വീടല്ല. അവൾ പതുക്കെ എഴുന്നേറ്റു. വാതിലിനരികിൽ എത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ അവൾ മനസ്സിൽ പറഞ്ഞു, ഈ വീടിന് വേണ്ടി ഞാൻ ഒരുപാട് കൊടുത്തു. പക്ഷേ ഈ വീട്ടിൽ എനിക്കായി ഒരു ചെറിയ ഇടം പോലും ഉണ്ടായിരുന്നില്ല. അവൾ പുറത്തേക്ക് നടന്നു. അന്ന് അവൾക്ക് നഷ്ടപ്പെട്ടത് ഒരു വീടിൻ്റെ ഭാഗം മാത്രമായിരുന്നില്ല, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടപ്പെട്ട ആളാണ് എന്ന വിശ്വാസമായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം അവൾ കുറച്ചു ദൂരം ഒന്നും സംസാരിക്കാതെ നടന്നു. കൂടെ വന്നിരുന്ന ഒരാൾ ചോദിച്ചു, എന്താ ഇത്ര വിഷമിക്കുന്നത്? അവൾ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണുനീർ തുടച്ചു പറഞ്ഞു, എനിക്കാ വീട് വേണ്ടിയിരുന്നില്ല. അയാൾ അവളെ നോക്കി. അവൾ തുടർന്നു, എനിക്കാ വീടിൻ്റെ വില പോലും അറിയില്ല.
അവളുടെ ശബ്ദമിടറി. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലെങ്കിലും അത് എൻ്റെ മകൾക്കും കൂടിയുള്ള വീടാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഞാൻ കൊടുത്ത പണത്തിൻ്റെ കണക്ക് ചോദിച്ചില്ല, ഞാൻ കൊടുത്ത സ്വർണത്തിൻ്റെ കണക്ക് ചോദിച്ചില്ല, ഗൾഫിൽ നിന്നും അയച്ച ഓരോ സാധനത്തിൻ്റെയും കണക്ക് ചോദിച്ചില്ല, അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ എടുത്ത കടത്തിൻ്റെ കണക്ക് പോലും ചോദിച്ചില്ല. അവൾ കണ്ണുകൾ തുടച്ചു. കാരണം അവർ എൻ്റെ കുടുംബമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ചെറിയ ചോദ്യം ചോദിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, താൻ കുടുംബത്തെ സ്വന്തമെന്ന് കരുതിയതുപോലെ കുടുംബം തന്നെ ഒരിക്കലും സ്വന്തമെന്ന് കരുതിയിരുന്നില്ല. അന്ന് രാത്രി അവൾ അമ്മയോട് മനസ്സിൽ ചോദിച്ചു, അമ്മേ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? കണ്ണുനീരൊഴുകി. എല്ലാവർക്കും വേണ്ടി ജീവിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവൾക്ക് മറുപടിയില്ല. അടുത്ത ദിവസം അവൾ വീണ്ടും വീട്ടിലെത്തി. ഈ തവണ ആരോടും ഒന്നും ചോദിച്ചില്ല. അമ്മ അടുക്കളയിൽ. അവൾ ശാന്തമായി അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മയുടെ കൈ പിടിച്ചു. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. അമ്മ അവളെ നോക്കി. അവൾ പറഞ്ഞു, പക്ഷേ ഒരു കാര്യം മനസ്സിലായി. ഞാൻ വർഷങ്ങളോളം നിങ്ങളെ എല്ലാവരെയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ നിങ്ങൾ ആരും എന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയില്ല. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അമ്മയുടെ കൈവിട്ടു. അതുകൊണ്ട് ഇനി ഞാൻ ആരോടും ഒന്നും ചോദിക്കില്ല. ഒരു നിമിഷം നിശബ്ദത. എനിക്ക് വേണ്ടിയിരുന്നത് ഒരു മകൾ എന്ന നിലയിൽ എൻ്റെ സ്ഥാനം മാത്രമായിരുന്നു. അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. ആ ദിവസം അവൾ കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. പക്ഷേ ആ കണ്ണീരിനൊപ്പം വർഷങ്ങളായി മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന തൻ്റെ ജീവിതം അവൾ പതുക്കെ തിരികെ എടുക്കാൻ തുടങ്ങി. ഇന്നു രാത്രി അവൾ അതേ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ ആദ്യമായി അവൾക്ക് തോന്നി, സ്വന്തം അമ്മയുടെ വീട്ടിലിരിക്കുമ്പോഴും താനൊരു അതിഥിയാണെന്ന്. രാത്രി മുഴുവൻ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പലതവണ കണ്ണടച്ചു, ഉറക്കം വന്നില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം, എൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടിൽ ഞാൻ ഇത്രയും അന്യായത് എപ്പോഴാണ്? പിറ്റേന്ന് രാവിലെ അവൾ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു. അടുക്കളയിലേക്ക് പോയി. അമ്മ ചായ ഉണ്ടാക്കുന്നു. അവൾ ചോദിച്ചു, അമ്മേ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട മോളെ, നീ ഇരുന്നോളൂ. അവൾ അവിടെ തന്നെ നിന്നു. ഒരിക്കൽ ഈ അടുക്കളയിൽ അവൾ അമ്മയ്ക്കൊപ്പം മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ടുണ്ട്. നീ ഇരുന്നോളൂ. ആ ചെറിയ വാക്ക് പോലും അവൾക്ക് അകലം പോലെ തോന്നി. അപ്പോഴാണ് ഒരു അനിയത്തി അകത്തേക്ക് വന്നത്. അമ്മയോട് എന്തോ സംസാരിച്ചു. പിന്നെ പറഞ്ഞു, ആ മുറി ഇനി ഞങ്ങൾ ഉപയോഗിക്കട്ടെ? അമ്മ ഉടൻ പറഞ്ഞു, അതെ, അത് ഇനി നിനക്ക് തന്നെയല്ലേ. അവൾ ആ വാക്ക് കേട്ടു. അവളുടെ മുറി, അവളുടെ ബാല്യത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ മുറി ഇനി മറ്റൊരാളുടേത്. അവളൊന്നും പറഞ്ഞില്ല. പകരം പതുക്കെ തൻ്റെ മുറിയിലേക്ക് പോയി. അലമാര തുറന്നു. അവളുടെ പഴയ കുറച്ച് വസ്ത്രങ്ങൾ, ചില ഫോട്ടോകൾ, ഒരു പഴയ ബാഗ്, അത്രമാത്രം. അവൾ ഓരോന്നും എടുത്തു നോക്കി. അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി, വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ അവൾക്കുണ്ടായിരുന്നതിലും കൂടുതൽ സാധനങ്ങൾ ഇന്ന് അവളുടെ സൂട്ട് കേസിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന എൻ്റെ വീടാണ് എന്ന അവകാശം മാത്രം ഇവിടെ ഇല്ലാതായിരുന്നു. അവൾ സാധനങ്ങൾ വീണ്ടും അടുക്കി വെച്ചു. അപ്പോൾ അമ്മ മുറിയിലേക്ക് വന്നു. മോളെ, നീ എപ്പോഴാ പോകുന്നത്? അവൾ അമ്മയെ നോക്കി. ഇന്ന് വൈകുന്നേരം പോകാം അമ്മേ. അമ്മ ചോദിച്ചു, ഇത്ര പെട്ടെന്ന്? അവൾ ചെറുതായി ചിരിച്ചു. ഇവിടെ ഇനി എനിക്ക് ചെയ്യാനുള്ളതൊന്നുമില്ലല്ലോ അമ്മേ. അമ്മ ഒന്നും പറഞ്ഞില്ല. അവൾ സൂട്ട് കേസ് അടച്ചു. അതെടുത്ത് വാതിലിനരികിൽ വെച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പ് അവൾ ഒരിക്കൽ കൂടി ആ മുറിയിലേക്ക് നോക്കി. അവൾക്ക് ആ വീട് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയല്ലായിരുന്നു, ആ വീട്ടിൽ സ്വന്തം ആളാണെന്ന തോന്നൽ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, ചില വീടുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നത് വാതിൽ കടന്നല്ല, മനസ്സിൽ നിന്നാണ്. അമ്മ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ വളരെ സാധാരണമായി പറഞ്ഞു, മോളെ, ഞാൻ മരിച്ചാലും നീ വരണം. അവൾ അമ്മയെ നോക്കി. അമ്മ തുടർന്നു, ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അന്നു തന്നെ നീ തിരിച്ചു പോയിക്കോ. അവളൊന്നും പറഞ്ഞില്ല. അമ്മയുടെ അടുത്ത വാക്ക് അവളുടെ ഹൃദയം തകർത്തു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീ അധികനാൾ നിൽക്കേണ്ട കാര്യമില്ല മോളെ. അവൾ അമ്മയെ നോക്കി നിശ്ചലമായി നിന്നു. അമ്മേ, ഞാൻ നിൽക്കുന്നത് അമ്മയ്ക്കിഷ്ടമില്ലേ? അമ്മ മറുപടി പറഞ്ഞില്ല. അവൾ കണ്ണുനീർ തുടച്ചു. അവളുടെ ഉള്ളിൽ ഒരു വാക്ക് മാത്രം മുഴങ്ങി, ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ ഈ വീട്ടിൽ അന്യയായിരുന്നു. ഞാൻ ഇല്ലാതായ ശേഷവും എൻ്റെ സാന്നിധ്യം ഇവിടെ വേണ്ടെന്നാണോ അമ്മ പറയുന്നത്? വാതിലിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ ഒരിക്കൽ കൂടി അവൾ ആ വീടിനെ തിരിഞ്ഞു നോക്കി. ആ വീട്ടിൽ അവൾ വർഷങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഒടുവിൽ അവൾക്കവിടെ ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് ഓർമ്മകൾ മാത്രം. ഗൾഫിലേക്ക് തിരിച്ചെത്തിയ ശേഷം അവളുടെ ജീവിതം ആകെ മാറി. ഇനി ശമ്പളം കിട്ടുമ്പോൾ ആദ്യം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നോക്കില്ല. ആദ്യം സ്വന്തം കുടുംബം, മക്കളുടെ ഭാവി, സ്വന്തം ചെറിയ ആവശ്യങ്ങൾ, കടങ്ങൾ തീർക്കൽ. അവൾ പതുക്കെ പതുക്കെ ജീവിതം തിരികെ പിടിച്ചു. ഒരിക്കൽ തനിക്കായി വാങ്ങാൻ പോലും മടിച്ചിരുന്ന ഒരു ചെറിയ വസ്തു പോലും അവൾ സ്വന്തം പണത്തിന് വാങ്ങി. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. എനിക്ക് വേണ്ടി ജീവിക്കാം. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു സമാധാനമുണ്ടായിരുന്നു. കാലം പിന്നെയും കടന്നു.
അവൾക്കിനി ആരോടും പകയില്ലായിരുന്നു. അവൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു തിരിച്ചറിവും ഉണ്ടായിരുന്നു. കുടുംബത്തെ സ്നേഹിക്കുന്നത് തെറ്റല്ല, പക്ഷേ ആ സ്നേഹത്തിനിടയിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നത് തെറ്റാണ്. അവൾ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. അവസാനം അവൾക്ക് ആരുമില്ലാതായി. പക്ഷേ ആരുമില്ലാതായപ്പോൾ അവൾ സ്വയം അവളുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അതാണ് അവളുടെ യഥാർത്ഥ തിരിച്ചറിവ്. കുടുംബത്തെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കുന്നതിനിടയിൽ സ്വന്തം ജീവിതവും സ്വന്തം മക്കളുടെ ഭാവിയും മറന്നു പോകരുത്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനും സഹായത്തിനും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പ്രതീക്ഷിക്കുന്ന സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ഏറ്റവും വലിയ വേദനയുണ്ടാകുന്നത്. നമ്മൾ ചെയ്ത നന്മയുടെ കണക്ക് ആരും ഓർക്കാതെ പോയാലും അതുകൊണ്ട് ആ നന്മയുടെ വില കുറയുന്നില്ല. അതോടൊപ്പം സ്വന്തം അവകാശം ചോദിക്കുന്നത് സ്വാർത്ഥതയല്ല. സ്വന്തം ജീവിതത്തിനും സ്വന്തം സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്നത് തെറ്റല്ല. കുടുംബത്തെ സ്നേഹിക്കാം, സഹായിക്കാം, താങ്ങാകാം, പക്ഷേ അതിനിടയിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. കാരണം അവസാനം നമ്മോടൊപ്പം ജീവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ സഹായിക്കുന്നവർ എന്നും നമ്മളെ ഓർത്തിരിക്കണമെന്നില്ല. ചിലപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ മറന്നേക്കാം. അതിനാൽ സ്നേഹിക്കണം, സഹായിക്കണം, പക്ഷേ സ്വന്തം ജീവിതവും സ്വന്തം മക്കളുടെ ഭാവിയും മറന്നുകൊണ്ടാകരുത്. നമ്മൾ ചെയ്ത നന്മകൾക്ക് തിരിച്ചു കിട്ടണമെന്നില്ല, പക്ഷേ അതുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വിലയില്ല എന്നുമില്ല. സ്വന്തം വീട്ടുകാർക്കായി ജീവിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിന് കുറച്ച് സ്ഥാനം മാറ്റിവെക്കണം. കാരണം നമ്മളെ എല്ലാവരും മറന്നാലും നമ്മൾ നമ്മളെ ഒരിക്കലും മറക്കരുത്. എൻ്റെ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അറിയിക്കണേ. മറ്റൊരു മനോഹരമായ കഥയുമായി വീണ്ടും വരാം.